ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത്. അതായത് അസുഖം വന്നാൽ ഏത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ എടുത്താൽ പോകേണ്ടതെന്ന് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ഇവിടെ ഒരു ചൊറിയുണ്ട്, അപ്പോൾ ഏത് സ്പെഷ്യലിസ്റ്റാണ് പോകേണ്ടത്? താരനുണ്ട്, ഏത് സ്പെഷ്യലിസ്റ്റാണ്? നെഞ്ഞുവേദനയുണ്ട്, ഏത് സ്പെഷ്യലിസ്റ്റാണ്? എന്താണെന്നറിയില്ല, മേലാകെ നീര്, ഏത് ഡോക്ടറെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്? അല്ലെങ്കിൽ വല്ല പേഴ്സണൽ പ്രോബ്ലംസ്. അപ്പോൾ എന്തെങ്കിലും ഇതിന് മറുപടി ആദ്യമായിട്ട് ഞാൻ പറയാം, നിസ്സാരമായിട്ടുള്ള അസുഖങ്ങൾക്ക് വലിയൊരു സ്പെഷ്യലിസ്റ്റിനെ പോയി കാണേണ്ട ഒരു ആവശ്യമില്ല. യു ക്യാൻ കൺസൾട്ട് എ MBBS ഡോക്ടർ. ചെറുതാണെങ്കിൽ ചില മുറിവോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ചൊറിയോ ഒക്കെ ആകുമ്പോൾ സാധാ MBBS ഡോക്ടർ മതി. എന്നിട്ട് MBBS ഡോക്ടറെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ വി ആർ സപ്പോസ് ടു ബി റെഫേർഡ് ടു എ സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ മാത്രം അയാളൊരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യും. അപ്പോൾ ചെറിയ കാരണങ്ങളുണ്ടെങ്കിൽ എന്ന് വെച്ച് നെഞ്ചുവേദനയോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ട്രോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ MBBS ഡോക്ടറും അടുത്ത് പോയിട്ട് അത് മതിയാവും എന്ന് പറയരുത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഏതൊക്കെ അസുഖങ്ങൾക്ക് ഏതൊക്കെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് എന്നാണ്. അലർജിക്കായിട്ട് ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, അതാണ് അലർജി സ്പെഷ്യലിസ്റ്റ്. സത്യം പറഞ്ഞാൽ അലർജി MBBS ഡോക്ടറെ കൊണ്ടോ അല്ലെങ്കിൽ ഫിസിഷ്യനെ കൊണ്ടോ ജനറൽ മെഡിസിൻ MD എടുത്ത ഡോക്ടറെ കൊണ്ടോ ENT സ്പെഷ്യലിസ്റ്റോ കണ്ണ് സ്പെഷ്യലിസ്റ്റോ ആരും അത് ചെയ്യും. അവനവൻ്റെ വിഭാഗത്തിലുള്ള അലർജികൾ അവരവർ എന്ത് ചെയ്യും, ഹാൻഡിൽ ചെയ്യും. പക്ഷെ അലർജിക്കായിട്ട് ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ ആവശ്യം എപ്പോഴാണെന്ന് വെച്ചാൽ സാധാരണ നമുക്ക് ആൻറ്റിഹിസ്റ്റമിൻ, സ്റ്റീറോയിഡ് പോലുള്ള മരുന്നുകളാണ് തരിക. ഇതിനൊക്കെ പുറമേ ആയിട്ട് അലർജിക്ക് പ്രത്യേകിച്ച് അലർജി ഷോട്ട്സ് പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റും അതിലും അലർജി സ്പെഷ്യലിസ്റ്റുകളുണ്ട്. എനിവേ അലർജി സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടി വരും. വെരി കോംപ്ലിക്കേറ്റഡ് അലർജിയിൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ അലർജി? അണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറിയാൽ നമുക്ക് പ്രതികരണം ഉണ്ടാവും, പ്രതിരോധം ഉണ്ടാവും. പല ആൻറ്റിബോഡിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ശരീരത്തിൽ അതിന് പ്രതിരോധം തീർക്കും, നമ്മുടെ പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അന്യവസ്തുക്കൾ കയറിയാൽ അണുക്കളെ പോലെ അതിനോട് പെരുമാറുന്നതാണ് ഇത് അലർജി. സാധാരണ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറിയാൽ നമ്മുടെ ബോഡി അതിന് ഡിഫെൻഡ് ചെയ്യും, പ്രതികരിക്കും. പക്ഷേ അണുക്കളല്ലാത്ത അന്യവസ്തുക്കൾ നമ്മുടെ ശരീരത്തിലെത്തിയാൽ അതിനോട് ഒരാവശ്യമില്ലാതെ പ്രതികരിക്കുന്നതാണ് അലർജി. അപ്പോൾ ആ അലർജി സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് അതിന് പ്രത്യേക ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. എപ്പോഴും ഓർക്കണം, അലർജി വന്നാൽ ഉടനെ അലർജി സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോകണ്ട. ആസ്മ വന്നാൽ ഫിസിഷ്യൻ്റെ അടുത്ത് പോയാൽ മതി. അതുപോലെ നിങ്ങൾക്ക് കണ്ണിൽ കുറേ ചൊറിയുന്നുണ്ടെങ്കിൽ കണ്ണ് ഡോക്ടറെയാണ് കാണിക്കണ്ടേ. അതുപോലെ ENT മൂക്കിലൂടെ വെള്ളം ഒരു കാരണമില്ലാതെ വരുന്നുണ്ടെങ്കിൽ ENT സ്പെഷ്യലിസ്റ്റിനെയാണ് കാണിക്കേണ്ടത്. അത് അലർജിക് റൈനൈറ്റിസ് ആണ്. കണ്ണിന് അലർജി കൺജൻറ്റൈവൈറ്റിസ് വരാം. അങ്ങനെ കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ എന്തെനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അലർജി സാധാരണഗതിയിൽ മാറിയിട്ടില്ലെങ്കിൽ മാത്രം സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് അലർജി സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അത് അത്ര കോമൺ അല്ല. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് അനസ്തീസിയോളജിസ്റ്റിനെ കുറിച്ചാണ്. എന്ത് ഈ അനസ്തീസിയോളജിസ്റ്റ്? അനസ്തീസിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അനസ്തീഷ്യ ഹാൻഡിൽ ചെയ്യുന്ന ഡോക്ടർ, മയക്കുന്ന ഡോക്ടർ, ഓപ്പറേഷന് മയക്കുന്ന ഡോക്ടറാണ് ആര്? അനസ്തീഷ്യോളജിസ്റ്റ്. എന്തിനാ ഇവർ രണ്ട് സെപ്പറേറ്റ്? സർജറി ചെയ്യാൻ സർജൻ ഉണ്ടാവും, ഓപ്പറേഷൻ ചെയ്യാൻ സർജൻ ഉണ്ടാവും. പക്ഷേ ഓപ്പറേഷന് വേണ്ട അനസ്തീഷ്യ കൊടുക്കുന്നത് അനസ്തീസിയോളജിസ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഓപ്പറേഷനിൽ അപകടം ഉണ്ടാവുന്നത് സർജറിയിൽ ഉപരിയായിട്ട് എപ്പോഴാണ് ഉണ്ടാവുന്നതെന്ന് അറിയോ? സർജറിയിൽ ഉപരിയായിട്ട് ഓപ്പറേഷനിൽ അപകടം ഉണ്ടാവും നമ്മൾ ഈ അനസ്തീഷ്യ കൊടുക്കുമ്പോഴാണ്. അനസ്തീഷ്യ കൊടുത്തിട്ട് ചിലപ്പോൾ തിരിച്ച് അനസ്തീഷ്യ വന്നില്ല എന്ന് വരാം, അനസ്തീഷ്യ കൊടുത്തിട്ട് പേഷ്യൻ്റ് ഔട്ട് ആവാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് കൺസേൺ ചോദിക്കും, ഇങ്ങനെയൊക്കെ അപകടമുണ്ട്, അതിനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ, അതിനൊക്കെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അവർ ചെയ്യുള്ളൂ. അപ്പോൾ അനസ്തീഷ്യ എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഹാർട്ടിൻ്റെ ഡോക്ടറെയാണ്. ഹാർട്ടിൻ്റെ ഡോക്ടറെ നമ്മൾ കാർഡിയോളജിസ്റ്റ് എന്നാണ് പറയുക. ഹാർട്ട് അറ്റാക്ക് വരിക, നെഞ്ഞുവേദന വരിക, അതുമല്ലെങ്കിൽ ഇപ്പോൾ വാൽവിന് പ്രോബ്ലം ഉണ്ട് വിചാരിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു രക്തക്കട്ടയൊക്കെ വന്ന് നമുക്ക് വിചാരിച്ചോ, അങ്ങനെയൊക്കെ വരുമ്പോൾ സാധാരണ നമ്മൾ ഹൃദയം മിടിക്കുന്നത് ശരിയല്ല, നന്നായിട്ട് മിടിക്കുക, അല്ലെങ്കിൽ തീരെ മിടിപ്പ് കുറവ്, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടത് ഒരു ഹാർട്ട് രോഗവിഭാഗത്തിലെ ഡോക്ടറെയാണ്, അതായത് കാർഡിയോളജിസ്റ്റ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്കിന്ന് സ്പെഷ്യലിസ്റ്റിനെ കുറിച്ചാണ്, തൊലിയുടെ സ്പെഷ്യലിസ്റ്റിനെ കുറിച്ചാണ്. അതിനെ നമ്മൾ മെഡിക്കൽ സയൻസിൽ ഡെർമറ്റോളജിസ്റ്റ് എന്നാണ് പറയാം. എന്ത് തന്നെയായാലും നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരു തൊട്ട് സ്കിന്നിൽ ഉണ്ടാകുന്ന ക്യാൻസർ വരെ ട്രീറ്റ് ചെയ്യാൻ ആരാണ്? ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയുന്ന സ്കിന്ന് സ്പെഷ്യലിസ്റ്റാണ്. ഞാൻ പറയുന്ന വേർഡ്സൊക്കെ അത് മെഡിക്കൽ ടേംസ് എന്ന് വരുന്നത് ഇതുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട്. സ്കിൻ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. മുഖക്കുരു മാത്രമല്ല, എക്സിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, സോറിയാസിസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതുപോലെ സ്കിൻ ക്യാൻസേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇച്ചിങ് നിറയെ ചൊറിച്ചിലാണ് വിചാരിച്ചു, അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ ഡെർമറ്റോളജിസ്റ്റ്, സ്കിൻ സ്പെഷ്യലിസ്റ്റാണ്. എന്ന് മാത്രമല്ല, സ്കിന്ന്, ഹെയർ എന്ന് പറഞ്ഞാൽ മുടി, നെയില്, നഖം, ഇതൊക്കെ
എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ പോകേണ്ടത് സ്കിൻ സ്പെഷ്യലിസ്റ്റിന്. അപ്പോൾ മുടി കൊഴിയാ വിചാരിച്ചു, അപ്പോൾ ആരെയാണ് കാണിക്കേണ്ടത്? സ്കിന്നിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ എടുക്കാം, അല്ലാതെ മുടിക്ക് സ്പെഷ്യലിസ്റ്റ് ഇല്ല. പിന്നെ നെയിൽസിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാലും അത് ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? സ്കിന്നിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. മേജറായിട്ട് ഈ സ്കിൻ സ്പെഷ്യലിസ്റ്റുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് എന്താണ് അസുഖം എന്ന് നേരിട്ട് കാണാൻ പറ്റും, തൊലിപ്പുറത്തല്ലേ, അതേപോലെ നേരിട്ട് അവിടെ മരുന്ന് അപ്ലൈ ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് കാഷ്വാലിറ്റിയിലെ MBBS ഡോക്ടറെ കുറിച്ചല്ല. കാഷ്വാലിറ്റിയിലെ മെയിൻ ഡോക്ടർ ചില വലിയ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടാവും. അവരൊക്കെ നമ്മൾ എമർജൻസി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് എന്നാണ് പറയാം, അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർ. ഇങ്ങനത്തെ വിഭാഗത്തിലെ ഡോക്ടർക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത് ഒന്ന് കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ്, അതായത് നെഞ്ഞുവേദന പോലുള്ള പ്രോബ്ലംസ്, അല്ലെങ്കിൽ നമുക്ക് ശ്വസന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ്, അതും അല്ലെങ്കിൽ അതായത് നമുക്ക് അർജൻറ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാഷ്വാലിറ്റിയിൽ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ള ഹോസ്പിറ്റലിൽ പോകുന്നതാണ് നല്ലത്. ചെറിയ ഹോസ്പിറ്റലൊന്നും ഇതിൽ ഉണ്ടാവില്ല, അപ്പോൾ ആംബുലൻസിൽ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും. അതേപോലെ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് RTA അതുണ്ടായാലും നമ്മളെ എവിടേക്കാണ് പോവുക? എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, അത്യാഹിത വിഭാഗത്തിലേക്കാണ് പോവുക. അതുപോലെ വേറെ വല്ല വൂണ്ട് എന്ന് പറഞ്ഞാൽ ചില മുറിവുകൾ, അതും അല്ലെങ്കിൽ ചില ഇൻഫെക്ഷൻസ്, അതായത് അണുബാധ, അത് ലൈഫ് ത്രെട്ടനിങ് ആവുക, അതായത് ജീവിതത്തിൻ്റെ മരണ കാരണമാവുന്ന അത്രയും വലിയ ഇൻഫെക്ഷൻ അണുബാധയൊക്കെ ഉണ്ടാകുന്നത് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ഹാർട്ട് പ്രോബ്ലം, ലങ് പ്രോബ്ലം, അതുപോലെ ഇൻഫെക്ഷൻ, അണുബാധകൾ, ജസ്റ്റ് ലൈക്ക് ദാറ്റ് ആൾ അതർ കേസസ് ലൈക്ക് RTA, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്, എവറിത്തിങ് ഈസ് ഹാൻഡിൽഡ് ബൈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, എമർജൻസി മെഡിസിൻ ഡോക്ടർ. നെക്സ്റ്റ് എൻഡോക്രിനോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോർമോൺ രോഗവിദഗ്ധൻ. ഹോർമോണുകൾ രോഗം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന വിദഗ്ധൻ. അതിലിപ്പോൾ നമ്മുടെ ഡയബറ്റീസ് എന്ന് പറയുന്ന പ്രമേഹമൊക്കെ പെടും. പക്ഷേ ഇതൊന്നും ആവശ്യമില്ല, നിങ്ങൾക്കറിയാലോ. ഫിസിഷ്യൻ MD ജനറൽ മെഡിസിൻ MD എടുത്ത ഫിസിഷ്യനെ കണ്ടാൽ തന്നെ നിങ്ങൾ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യും. പക്ഷേ ഹോർമോൺ വളരെയധികം അങ്ങേയറ്റെത്തിയിട്ട് വളരെ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ആര് വേണം? എൻഡോക്രിനോളജിസ്റ്റ് വേണം. അതുപോലെ നമുക്ക് എന്താ പറയുക, ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടികളില്ലാത്ത പ്രോബ്ലം, അത് ഹോർമോൺ കൊണ്ടാണെങ്കിൽ ഈ എൻഡോക്രിനോളജിസ്റ്റിനെ പോയി കാണണം. അതുപോലെ തൈറോയിഡ് പ്രോബ്ലം സർജനും മറ്റുള്ളവരൊക്കെ ഹാൻഡിൽ ചെയ്യും. പക്ഷേ തൈറോയിഡ് ഹോർമോണുകളെ കൊണ്ടാണെങ്കിൽ കുറച്ചുകൂടി വിദഗ്ധമായിട്ടുള്ള ചികിത്സ വേണം എന്നുണ്ടെങ്കിൽ സാധാരണ അങ്ങനത്തെ ഉണ്ടാവില്ല, വളരെ അപൂർവമായിട്ട് ഉണ്ടാവും. അപ്പോൾ ആരെ കാണിക്കണം? ഹോർമോണിൻ്റെ ഡോക്ടറെ കാണിക്കണം. അതാണ് ആര്? എൻഡോക്രിനോളജിസ്റ്റ്. പിന്നെ നമുക്ക് ഓവറിയിൽ വല്ല PCOS പോലുള്ള അത് ഗൈനക്കോളജി കേസുകളാണ്. പക്ഷേ അത് ഹോർമോണൽ ബേസിസ് ഉണ്ടെങ്കിൽ നമ്മൾ എൻഡോക്രിനോളജിസ്റ്റിലേക്ക് അവർ റെഫർ ചെയ്യും. അപ്പോൾ സാധാരണ എൻഡോക്രിനോളജിസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് പോകുന്നതല്ല, ചെറിയ ഡോക്ടർമാർ അങ്ങോട്ട് റെഫർ ചെയ്യുന്നതാണ്. റയർ ആയിട്ടുള്ള കേസ് വരുമ്പോൾ അങ്ങോട്ട് റെഫർ ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ തൈറോയിഡ് ക്യാൻസറൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ എൻഡോക്രിനോളജിസ്റ്റിൻ്റെ ഒരു എന്താ പറയുക നോക്കിയിട്ട് അവരെ ഒരു റിപ്പോർട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഡോക്ടറാണ് ഫാമിലി മെഡിസിൻ ഡോക്ടർ, കുടുംബ ഡോക്ടർ. നമ്മുടെ കുടുംബത്തിനൊരു ഡോക്ടർ. ആ കുടുംബത്തിലെ ഡോക്ടറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കുട്ടികളെയും മുതിർന്നവരെയും യുവാക്കളെയും എല്ലാവരെയും ട്രീറ്റ് ചെയ്യും. ഒരു ജനറൽ ഡോക്ടർ, അതായത് കുടുംബത്തിൻ്റെ ഫാമിലി മെഡിസിൻ ഡോക്ടർ. അങ്ങനെ ഡോക്ടറുണ്ട്, വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ കോമൺ ആണ്. അപ്പോൾ അതാണ് ഫാമിലി മെഡിസിൻ. ഇതിൻ്റെ പ്രത്യേകത എന്താ? സിമ്പിൾ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഈ ഡോക്ടർ മതി. ഓക്കെ, എല്ലാവരും നോക്കും, കുട്ടികളെയും മുതിർന്നവരെയും എല്ലാവരും പറ്റിയ ഡോക്ടറാണ് ഫാമിലി മെഡിസിൻ ഡോക്ടർ. അടുത്ത ഡോക്ടറെ കുറിച്ച് പറയുമ്പോൾ അത് വയറിൻ്റെ ഡോക്ടറാണ്, ഗ്യാസ്ട്രോ എൻറ്ററോളജിസ്റ്റ്. അവരാണ് നമ്മുടെ ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ അന്നനാളത്തിൽ ക്യാൻസർ ഉണ്ടെങ്കിലും ആസിഡ് കുടിച്ച് ബാക്കിലേക്ക് വരുന്നുണ്ടെങ്കിൽ GERD എന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലമോ അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ ക്യാൻസറോ അല്ലെങ്കിൽ ഡിയോഡിനത്തിൽ അൾസറോ സ്റ്റൊമക്കിൽ അൾസറോ അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനിൽ ക്യാൻസറോ ഒക്കെ ഉണ്ടെങ്കിൽ നോക്കുന്നത്. പോരാത്തതിന് നമ്മുടെ ലിവറിനുള്ള പ്രോബ്ലം അതൊക്കെ നോക്കുന്നത് ആരാന്നറിയോ? അതൊക്കെ നോക്കുന്നത് ഗ്യാസ്ട്രോ എൻറ്ററോളജിസ്റ്റാണ്. ഗ്യാസ്ട്രോ എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്കാണ്, വയറാണ്. എൻറ്ററോ എന്ന് പറഞ്ഞാൽ കുടലാണ്. അപ്പോൾ ഈ ഗ്യാസ്ട്രോ എൻറ്ററോളജിസ്റ്റാണ് ഈ വയറും കുടലും ഒക്കെ നോക്കുന്ന ഡോക്ടർ. ഓക്കെ, അടുത്ത ഡോക്ടറെ ആരാന്ന് ചോദിച്ചാൽ ജേറിയാട്രീഷ്യൻസാണ്. ഇങ്ങനെ പറഞ്ഞാൽ ആരാന്നല്ലേ? ഇത് സത്യം പറഞ്ഞാൽ മുതിർന്നവരെ പരിചരിക്കുന്ന ഡോക്ടറാണ്. മുതിർന്നവർക്ക് മാത്രമല്ല, നമ്മുടെ MBBSൻ്റെ ബുക്കിൽ ഒരു പ്രത്യേക ചാപ്റ്റർ തന്നെ ഉണ്ട്, ജേറിയാട്രിക്സ്. മുതിർന്നവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് കൊടുക്കണം, മെൻ്റൽ സ്ട്രെങ്ത് കൊടുക്കണം. പോരാത്തതിന് അവരുടെ മെഡിക്കേഷൻസ്, അവരുടെ മരുന്നുകൾ മാനേജ് ചെയ്യണം, നിയന്ത്രിക്കണം. എന്താണ്, ഏതൊക്കെ വേണം ഏതൊക്കെ വേണ്ട, ഡോസ് എത്ര വേണം അത്ര വേണം ഒക്കെ എപ്പോഴും ഡോക്ടർ ആവശ്യം വരുന്ന ആൾക്കാരാണ് ഓൾഡ് പീപ്പിൾ. സോ ജേറിയാട്രിഷ്യൻസിൻ്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? മെഡിസിൻസ് ശരിക്കും മാനേജ് ചെയ്യണം. പോരാത്തതിന് ഫിസിക്കൽ സ്ട്രെങ്ത്തും മെൻ്റൽ സ്ട്രെങ്ത്തും ഓക്കെ ആക്കണം. അണ്ടർസ്റ്റാൻഡ്? പിന്നെ വളരെ ഡീപ്പായിട്ടുള്ളൊരു സ്പെഷ്യലൈസേഷനാണ് ഹെമറ്റോളജി എന്ന് പറയും. മെഡിസിൻ കഴിഞ്ഞ് ജനറൽ മെഡിസിൻ MD കഴിഞ്ഞിട്ട് എടുക്കുന്ന ഒരു സ്പെഷ്യലൈസേഷനാണ് ഹെമറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അവർ ബ്ലഡിനെ കുറിച്ചാണ് പഠിക്കുന്നത്.
അപ്പോൾ അവർക്ക് ബ്ലഡ് ക്യാൻസറിനെ കുറിച്ച് മനസ്സിലാകും, ബ്ലീഡിങ് പ്രോബ്ലത്തെ കുറിച്ച് മനസ്സിലാകും. പോരാത്തതിന് ഇപ്പോൾ രക്തം വെറുതെ ഒലിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് ഹെമറ്റോളജിസ്റ്റിനെയാണ് ഫൈനലായിട്ട് നമ്മൾ കാണാം. അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസറിനെ നന്നായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ, അതായത് ഏറ്റവും മോഡേൺ ആയിട്ട് അവർക്ക് പഠിക്കാൻ കഴിയുന്നത് ഹെമറ്റോളജിസ്റ്റിനാണ്. പോരാത്തതിന് നമുക്ക് വിളർച്ച എന്ന് പറഞ്ഞ രക്തക്കമ്മി ഉണ്ടെങ്കിലും ഇതൊക്കെ സാധാരണ ഒരു ഡോക്ടർ ഹാൻഡിൽ ചെയ്യുന്ന, പക്ഷേ ചില അപൂർവ കേസിൽ ഇത് റെഫർ ചെയ്ത് നമ്മുടെ ഹെമറ്റോളജിസ്റ്റിൻ്റെ ഒക്കെ അടുത്ത് വരാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഏറ്റവും കൂടുതൽ പഠിച്ച ഏറ്റവും വലിയ വിദഗ്ധനാണ് ആര്? ഹെമറ്റോളജിസ്റ്റ്. പിന്നെ നിങ്ങൾക്കറിയോ, ലിവറിന് മാത്രമായിട്ട് ഹെപ്പാറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. ഹെപ്പാറ്റോളജിസ്റ്റ് ഇവരാണ് മഞ്ഞപ്പിത്തത്തിൻ്റെ ഫൈനൽ ആയിട്ടുള്ള തീരുമാനിക്കുന്ന ഡോക്ടർ. അതേപോലെ നമ്മുടെ കരളിൻ്റെ ക്യാൻസർ ഉണ്ട്, ഹെപ്പാറ്റോസെല്ലുലാർ കാർസിനോമ, അതും തീരുമാനിക്കുന്ന ആരാണ്? ഈ ഹെപ്പാറ്റോളജിസ്റ്റാണ്. പോരാത്തതിന് സിറോസിസ് ഉണ്ട്, അത് സാധാരണയായിട്ട് ആൽക്കഹോളോ അല്ലെങ്കിൽ ഫാറ്റി ലിവറൊക്കെ വരുമ്പോൾ, ആൽക്കഹോൾ യൂസോ ഫാറ്റി ലിവറൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലിവറിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. അതിൻ്റെ ഫൈനൽ ഡോക്ടറാണ് ഹെപ്പാറ്റോളജിസ്റ്റ്. ഓക്കെ, സാധാരണ ഒരു MBBS ഡോക്ടർക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, പക്ഷെ പറ്റാതെ വന്ന് അവസാനം എത്തുന്നത് ഹെപ്പാറ്റോളജിസ്റ്റിൻ്റെ അടുത്ത്. ഞാൻ ഇനി പറയാൻ പോകുന്ന അസുഖങ്ങൾ അണുബാധയെ പറ്റിയാണ്. അണുബാധയുണ്ടായാൽ സാധാരണ നമുക്കൊരു ജനറൽ മെഡിസിൻ MD ഡോക്ടറെ കാണിച്ചാൽ മതി. പക്ഷേ ഈ ജനറൽ മെഡിസിനിൽ തന്നെ ഒന്നുകൂടി സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരാണ് പകർച്ചവ്യാധികളെ കുറിച്ച് പഠിക്കുന്ന ഡോക്ടർ, ഇൻഫെക്ഷ്യസ് ഡിസീസ് സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഏതൊക്കെ അസുഖങ്ങളാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്താണ് ജനറൽ മെഡിസിനിൽ വീണ്ടും സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഇൻഫെക്ഷ്യസ് ഡിസീസിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സ് എന്തൊക്കെയാണ് പഠിക്കുന്നത് ഞാൻ പറഞ്ഞത്. സാധാരണയായിട്ട് UTI ഒരിക്കലും മാറുന്നില്ല വിചാരിച്ചോ, മൂത്രച്ചൂട് ഒരിക്കലും മാറുന്നില്ല വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ അവർക്കത് ട്രീറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഓപ്ഷൻ അവരുടെ കയ്യിലാണ്. TB വൈഡായിട്ട് സ്പ്രെഡ് ചെയ്താൽ ജനറൽ മെഡിസിൻ MD ഡോക്ടറെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് ഇൻഫെക്ഷ്യസ് ഡിസീസിലെ ഡോക്ടർ, സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നൊക്കെ നമ്മൾ പറയും. പിന്നെ സെപ്സിസ്, വളരെ ഫുള്ള് ബോഡിയിലും ബാക്ടീരിയ, ബോഡീൻ്റെ എല്ലാ ഭാഗത്തും ബാക്ടീരിയ, അങ്ങനെയാണ് സെപ്സിസ് ആണ്, അതും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നവരാണ്. ടൈഫോയിഡ്, HIV, ഫംഗൽ ഇൻഫെക്ഷൻ പറഞ്ഞാൽ പിമ്പൽ ബാധ ഇൻഫെക്ഷൻ, അതുപോലെ ഹാർട്ടിൻ്റെ അകത്ത് ഇൻഫെക്ഷൻ, വയറിളക്കം, ബ്രെയിനിൻ്റെ അകത്ത് ഇൻഫെക്ഷൻ, അതുപോലുള്ള കേസിലൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ എല്ലിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ, അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഡോക്ടറാണ് ഇത് കാര്യമായിട്ട് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്കറിയോ, നമ്മുടെ കിഡ്നിയിൽ കല്ല് വന്നാലും അല്ലെങ്കിൽ നെഫ്രൈറ്റിസ്, നെഫ്രോട്ടിക് എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങൾ വന്നാലും, കിഡ്നി ഫെയിലായാലൊക്കെ യൂറോളജിസ്റ്റും അത് ഹാൻഡിൽ ചെയ്യും. അതിനേക്കാൾ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് നെഫ്രോളജിസ്റ്റാണ്. നെഫ്രോൺ എന്ന് പറഞ്ഞാൽ കിഡ്നിയിലുള്ള ഒരു അരിപ്പയാണ്. അപ്പോൾ നെഫ്രോളജിസ്റ്റ് അതിനെക്കുറിച്ച്, ഇപ്പോൾ കിഡ്നിയെക്കുറിച്ച് പഠിച്ച ഡോക്ടറാണ്. അതുകൊണ്ട് നെഫ്രോളജിസ്റ്റാണ് കിഡ്നി ഫെയിലായാലും അതുപോലെ കിഡ്നി സ്റ്റോണിലും അതുപോലെ അതിനോട് അനുബന്ധിച്ചുള്ള ഡിസീസുകളിലൊക്കെ ഫൈനലായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഡോക്ടർ നെഫ്രോളജിസ്റ്റാണ്. ഓക്കെ, ന്യൂറോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നരമ്പ് സംബന്ധമായി, തലച്ചോറും നാഡികളൊക്കെ സംബന്ധമായിട്ടുള്ള ഡോക്ടറാണ് ന്യൂറോളജിസ്റ്റ്. ഇവരാണ് അൾഷിമേഴ്സ് ഡിസീസിനും അതുപോലെ ബ്രെയിൻ ട്യൂമറിനും സെറിബ്രൽ പാൾസിക്കും പിന്നെ അപസ്മാരത്തിനും സ്ലീപ്പ് പ്രോബ്ലംസിനും, സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ല, പക്ഷാഘാതത്തിനും ഒരു ഭാഗം തളർന്ന് കിടക്കുന്ന പ്രോബ്ലംസിനൊക്കെ ഫൈനലായിട്ട് ട്രീറ്റ്മെൻറ്റ് പറയുന്നത് ആരാണ്? ന്യൂറോളജിസ്റ്റ്. ബ്രെയിൻ തലേൻ്റെ ഡോക്ടർ അഥവാ നരമ്പിൻ്റെ തലേൻ്റെ ഡോക്ടറാണ് ന്യൂറോളജിസ്റ്റ്. അടുത്തത് സ്ത്രീകളുടെ ഗൈനക്കോളജിസ്റ്റാണ്. ഗൈനക്കോളജിസ്റ്റിൻ്റെ കൂടെ അവർ വേറൊരു സബ്ജക്റ്റും കൂടി പഠിക്കുന്നുണ്ട്, ഓബ്സ്റ്റട്രിക്സ് എന്ന് പറഞ്ഞാൽ ഗർഭവും പ്രസവവും രണ്ടും അവർ ഹാൻഡിൽ ചെയ്യും. എന്ന് മാത്രമല്ല അതുമായിട്ട് സംബന്ധമായിട്ട് സ്ത്രീകളുടെ മറ്റു അസുഖങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് ഗൈനക്കോളജിസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ വളർച്ച ശരിയാണെന്നും കുഞ്ഞിൻ്റെ കിടപ്പ് ശരിയാണെന്നും അത് സംബന്ധിച്ച് അസുഖങ്ങളൊന്നും ഇല്ലെന്നും ലേബർ എങ്ങനെ സിസേറിയനോ നോർമൽ വജൈനൽ ഡെലിവറി ആവണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഗൈനക്കോളജിസ്റ്റാണ്. അപ്പോൾ ഗൈനക്കോളജിസ്റ്റ് അതുമായി സംബന്ധമായി അല്ലെങ്കിൽ ബ്ലീഡിങ് പ്രോബ്ലം ഉള്ളത് അല്ലെങ്കിൽ യൂട്രസിൽ ഫൈബ്രോയിഡ് ഉള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈസ് ഗവേൺഡ് ബൈ ഗൈനക്കോളജിസ്റ്റ്. പിന്നെ ക്യാൻസറിൻ്റെ ഡോക്ടറിനെ നമ്മൾ ഓങ്കോളജിസ്റ്റ് എന്നാണ് പറയുക, ഓങ്കോളജിസ്റ്റ്. എനിവേ ക്യാൻസർ വന്നാൽ 3 വഴിയാണുള്ളത്. ഒന്ന് കീമോ, 2 സർജറി, ഇങ്ങനെ പറഞ്ഞാൽ മതി. ആദ്യത്തേത് സർജറി, രണ്ടാമത്തേത് കീമോ, മൂന്നാമത്തേത് റേഡിയേഷൻ കൊടുക്കുന്നതും കീമോ കൊടുക്കുന്നതും അതുപോലെ സർജനാണ് ചെയ്യുന്നത്. പക്ഷേ ഓങ്കോ സർജറി എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ, എനിവേ ഇതെല്ലാം ഓങ്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ സ്പെഷ്യലിസ്റ്റാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഐ സ്പെഷ്യലിസ്റ്റ്, അതിനെ നമ്മൾ മെഡിക്കൽ ടേംസിൽ ഒഫ്താൽമോളജിസ്റ്റ് എന്ന് പറയുക. ഒഫ്താൽമോളജിസ്റ്റ് അത് കണ്ണ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ആരാണ്? ഒഫ്താൽമോളജിസ്റ്റ്. കണ്ണിന് മാത്രമായിട്ട് ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഓക്കെ, ഇതെല്ലാം MBBS കഴിഞ്ഞിട്ടാണ് സ്പെഷ്യലൈസ്ഡ് ആവുന്നത്. ഓക്കെ,
അടുത്തത് നമ്മുടെ ഓർത്തോ ആണ്. ഓർത്തോ എന്ന് പറഞ്ഞാൽ ബോണുമായിട്ട് എല്ലുമായിട്ട് ബന്ധപ്പെട്ട് എല്ലായാലും ജോയിൻ്റ് ആയാലും അതിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഫ്രാക്ചർ അഥവാ ബോണ് പൊട്ടിയാലൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഓർത്തോപെഡീഷ്യൻസ് ആണ്. ഓർത്തോൻ്റെ ഡോക്ടറാണ്, എല്ല് രോഗ വിദഗ്ധനാണ്. ഓക്കെ, പിന്നെ ഞാൻ ENT സ്പെഷ്യലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ ഇയർ, ചെവി. N എന്ന് പറഞ്ഞാൽ നോസ്, മൂക്ക്. T എന്ന് പറഞ്ഞാൽ ത്രോട്ട്, തൊണ്ട. അപ്പോൾ ചെവി, മൂക്ക്, തൊണ്ട സ്പെഷ്യലിസ്റ്റ് ആണ് ENT സ്പെഷ്യലിസ്റ്റ്. ടെക്നിക്കലായിട്ട് ഇവരെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഓട്ടോ റിനോ ലാരിങ്കോളജിസ്റ്റ്. ഓട്ടോ എന്ന് പറഞ്ഞാൽ ചെവി, റിനോ മൂക്ക്, ലാരിങ്കോളജിസ്റ്റ്. ഓക്കെ, എന്ത് തന്നെയായാലും ഇവർ ഇയറിന് കേൾവി കുറവും വാക്സ് ഉള്ളത് മുതൽ ക്യാൻസർ വരെ ഇവർ ചെവിനെ കുറിച്ച് പഠിക്കും. ഇത് മാത്രമല്ല നമ്മുടെ നോസിലും എല്ലാ പ്രോബ്ലംസും ഇവർ പഠിക്കും. അതുപോലെ ത്രോട്ടും. ഇതിന് മൂന്നുമായിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ആയതുകൊണ്ട് ഇത് മൂന്നും ഇയർ, നോസ്, ത്രോട്ട് ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ENTക്ക് മാത്രമായിട്ട് ഹോസ്പിറ്റൽ വരെയുണ്ട്. യു അണ്ടർസ്റ്റുഡ്? മറ്റൊരു ടൈപ്പ് ഡോക്ടറാണ് പാത്തോളജിസ്റ്റ്. പാത്തോളജിസ്റ്റിനെ നിങ്ങളെ വന്ന് പരിശോധിക്കൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ ബയോപ്സിയോ അല്ലെങ്കിൽ സൂചി കൊണ്ട് നീര് കുത്തിയെടുത്ത സംഭവങ്ങളൊക്കെ നമ്മൾ മൈക്രോസ്കോപ്പിൽ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് പാത്തോളജിസ്റ്റാണ്. പാത്തോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ച ആളാണ് പാത്തോളജിസ്റ്റ്. പിന്നെ ഒരു ഡോക്ടർ കൂടി ഉണ്ടല്ലോ, പീഡിയാട്രീഷ്യൻ, കുട്ടികളുടെ ഡോക്ടർ. കുട്ടികളുടെ ഡോക്ടറിനെ നമ്മൾ പീഡിയാട്രീഷ്യൻ എന്നാ പറയാം. ഓക്കെ, ശിശുരോഗ വിഭാഗത്തിലെ ഡോക്ടറിനെ പീഡിയാട്രീഷ്യൻ എന്ന് പറയും. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികളുടെ കാര്യവും മുതിർന്നവരുടെ കാര്യവും വ്യത്യസ്തമുണ്ട്. സാധാരണ മുതിർന്നവർക്ക് കൊടുക്കുന്ന മരുന്നിൻ്റെ ഡോസോ അല്ലെങ്കിൽ കുട്ടികളിലുള്ള ഹാർട്ട് ബീറ്റോ അല്ലെങ്കിൽ പൾസോ അല്ലെങ്കിൽ പ്രഷറോ ഒക്കെ വളരെയധികം മാറ്റമുണ്ട്. അതുകൊണ്ട് കുട്ടികളുടേതായിട്ട് ഒരു ഡോക്ടറുണ്ട്. അത് കുട്ടികൾക്ക് അസുഖം ഉണ്ടായാൽ പീഡിയാട്രീഷ്യനെ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ ഒരു ഡോക്ടറാണ് മാനസിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടർ. സൈക്കാട്രിസ്റ്റ് എന്നാണ്, മനോരോഗ വിദഗ്ധൻ എന്നാണ് അവർ അറിയപ്പെടുന്നത്. ഇപ്പോഴത്തെ സൈക്കാട്രിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും സൈക്കാട്രി ഒരു അത്യാവശ്യമായിട്ടുള്ള, കാരണം ടെൻഷനും സ്ട്രെസ്സുള്ള ആൾക്കാർ വളരെയധികം കൂടുകയാണ് സമൂഹത്തിൽ. അപ്പോൾ അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. അപ്പോൾ സൈക്കാട്രിസ്റ്റിന് വളരെയധികം വലിയൊരു റോളുണ്ട്. എന്നാൽ മരുന്ന് കൊടുക്കാതെ കൗൺസിലിങ്ങിലൂടെ ആദ്യം അതാണല്ലോ നോക്കേണ്ടത്. ഈ രോഗം മാറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു ഡോക്ടറല്ല, നമുക്ക് വേറെ പഠിച്ച ഒരാളുണ്ട്, അവരുടെ പേരാണ് സൈക്കോളജിസ്റ്റ്. സൈക്കാട്രിസ്റ്റ് ഡോക്ടറാണ്, അവർ മരുന്ന് കൊടുക്കുന്ന ആൾക്കാരാണ്. പക്ഷെ സൈക്കോളജിസ്റ്റ് കൗൺസിലിംഗ് കൊടുക്കുന്ന ആൾക്കാരാണ്. യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, പിന്നെ നമ്മുടെ ചെസ്റ്റും, അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഡോക്ടർ, ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഡോക്ടറാണ്. അവരെ തന്നെയാണ് നമ്മൾ പൾമണോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ആസ്മ, COPD എന്ന് പറഞ്ഞാൽ സിഗരറ്റ് വെച്ചിട്ടുണ്ടാകുന്ന ആസ്മ, ലങ് ക്യാൻസർ, അതുപോലെ ട്യൂബർക്കുലോസ്, TB അതുപോലുള്ള അസുഖങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഡോക്ടറാണ് ചെസ്റ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ, അതായത് ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റ്. പിന്നെ നമ്മുടെ CTയും അതേപോലെ MRI ഒക്കെ എടുത്തതിന് ശേഷം അതിൽ അസുഖം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കുന്നത് റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്ന ഡോക്ടറാണ്. ഓക്കെ, നമുക്ക് CT MRI ഒക്കെ എടുക്കുന്നതിനുള്ള ചിലവിലപ്പുറമായിട്ട് ഈ റേഡിയോളജിസ്റ്റിന് വേണ്ട ഫീസും കാര്യങ്ങളും കൂടി നമ്മൾ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ റേഡിയോളജിസ്റ്റാണ് ഇവരിൽ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ടാണ് ഡോക്ടർമാർക്ക് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. റേഡിയോളജിസ്റ്റാണ് MRI CT ഒക്കെ നോക്കുന്ന ഡോക്ടർ. പിന്നെ ഒരു വാദത്തിൻ്റെ ഡോക്ടറുണ്ട്. വാദ സംബന്ധമായിട്ടുള്ള അസ്ഥികൾക്ക് വാദം വരുമ്പോൾ നോക്കുന്ന ഡോക്ടറുടെ പേരാണ് റുമാറ്റോളജിസ്റ്റ്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നെഫ്രോളജിസ്റ്റിനെ പോലെ തന്നെ യൂറോളജിസ്റ്റ് ഉണ്ട്. യൂറോളജിസ്റ്റിന് കിഡ്നി സ്റ്റോൺ എന്നതിലേക്ക് ഉപരിയായിട്ട് അവർ ചെയ്യുന്നത് നമ്മുടെ ആണുങ്ങളിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കുട്ടികളില്ലാത്ത അവസ്ഥയും അതുപോലുള്ള എറക്ഷൻ ഡിസോർഡേഴ്സും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഡോക്ടറാണ് യൂറോളജിസ്റ്റ്. ഓക്കെ, അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള ഡോക്ടറാണ് സർജൻ, ജനറൽ സർജന് തൈറോയിഡ്, ബ്രസ്റ്റ് ക്യാൻസർ അതുപോലുള്ള മേജർ സർജറീസ് ഒക്കെ ചെയ്യുന്ന ഡോക്ടറാണ് നമ്മുടെ സർജൻ. എന്നാൽ സർജന് പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ ഇപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അതുപോലുള്ള സ്പെഷ്യലൈസ്ഡ് ഓപ്പറേഷന് അതാത് വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റുകൾ വരും. യൂറോളജിയിൽ ഇപ്പോൾ കിഡ്നി സ്റ്റോൺ പൊടിക്കണമെങ്കിൽ സർജൻ അല്ല അത് ചെയ്യുക. ആരാ ചെയ്യുക? അത് യൂറോളജിസ്റ്റാണ് ചെയ്യുക. ഹാർട്ടിൽ നമുക്ക് ആൻജിയോഗ്രാഫി ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാരാ ചെയ്യുക? അത് ചെയ്യുന്നത് കാർഡിയോളജിസ്റ്റാണ്. പക്ഷേ ബൈപ്പാസ് സർജറി ചെയ്യുന്നത് സർജൻ ചെയ്യുന്ന കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. ചില ഓപ്പറേഷൻസ് അതാത് ഫീൽഡിലുള്ള സ്പെഷ്യലിസ്റ്റുകളാണ് ചെയ്യുന്നത്. യു അണ്ടർസ്റ്റുഡ്? നിങ്ങൾ ഈ വീഡിയോ ശരിക്കും ഉപയോഗപ്പെടുത്തിയെന്ന് മനസ്സിലാക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പോരാത്തതിനെ ലൈക്ക് കൂടി ചെയ്യണം. ഓക്കെ, താങ്ക്സ് അഗൈൻ.